മുൻ മന്ത്രിയും MLA ഒക്കെ ആയിട്ടുള്ള ശ്രീ ജി സുധാകരന്റെ പത്രസമ്മേളനം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണ്? പാർട്ടിക്കകത്ത് അദ്ദേഹത്തിനുള്ള അഭിപ്രായ ഭിന്നതകളും കാര്യങ്ങളും ഒക്കെ വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് പോയി അപ്പുറത്തെ അല്ലെങ്കിൽ UDF പക്ഷത്ത് നിന്നുകൊണ്ട് മത്സരിക്കുന്നു എന്നുള്ളൊരു രീതിയിലൊരു ചിത്രം നമുക്ക് വ്യക്തമായിട്ട് ഇപ്പോഴും വരുന്നില്ല. ഞാൻ പാർട്ടിക്കാരനാണ്, ഈ പ്രത്യയശാസ്ത്രത്തോടൊപ്പം ഞാൻ ചേർന്ന് നിൽക്കും എന്നൊക്കെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. UDFന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കാനാണ് സാധ്യത. ഇതിപ്പോൾ നടന്നിട്ടുള്ളത് ഒരു പേടിപ്പിക്കൽ മാത്രമാണ്. പാർട്ടിയെ തള്ളിപ്പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി തകരുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. വരും ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയമായിരിക്കും ജി സുധാകരൻ എന്ന് പറയുന്നത്. LDF നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ UDF എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ജി സുധാകരൻ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഇന്ന് മുൻ മന്ത്രിയും MLA ഒക്കെ ആയിട്ടുള്ള ശ്രീ ജി സുധാകരന്റെ പത്രസമ്മേളനം ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. മൊത്തത്തിലൊരു കൺഫ്യൂഷനിലാണ് നിലനിർത്തിയിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എന്താണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നതെന്നോ എന്താണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നതെന്നോ ഒന്നും അദ്ദേഹത്തിന് തന്നെ മനസ്സിലായിട്ടുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. പക്ഷേ അവിടെ പാർട്ടിക്കെതിരെ ഒന്നും പറയത്തില്ല. പിണറായി വിജയൻ വീണ്ടും മൂന്നാമത് മുഖ്യമന്ത്രിയായിട്ട് വരണം, താൻ പോസ്റ്റ് ഒട്ടിക്കില്ല, പ്രവർത്തകരെ കാണില്ല, ഒരിടത്തും പ്രസംഗിക്കാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഇത് വാർദ്ധക്യ സഹജമായ ഏതെങ്കിലും രോഗമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ സഹജമായ രോഗത്തെ എൻക്യാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ സുനിൽ കനകലുവിൻ്റെ ടീമും പരിശ്രമിക്കുന്നതായിട്ട് ഒക്കെ നമുക്ക് കരുതാൻ പറ്റുമോ? ഇത് അല്ല, വാസ്തവത്തിൽ ഈ പത്രസമ്മേളനം പൂർണ്ണമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണ്? പാർട്ടിക്കകത്ത് അദ്ദേഹത്തിനുള്ള അഭിപ്രായ ഭിന്നതകളും കാര്യങ്ങളും ഒക്കെ വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് പോയി. അംഗത്വം പുതുക്കാതെ വന്നപ്പോൾ തന്നെ അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്. ഇനി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്തേക്ക് പോയി അദ്ദേഹം അപ്പുറത്തെ അല്ലെങ്കിൽ UDF പക്ഷത്ത് നിന്നുകൊണ്ട് മത്സരിക്കുന്നു എന്നുള്ളൊരു രീതിയിലൊരു ചിത്രം നമുക്ക് വ്യക്തമായിട്ട് ഇപ്പോഴും വരുന്നില്ല. ഇപ്പോഴും സിബി പറഞ്ഞതുപോലെ ഞാൻ പാർട്ടിക്കാരനാണ്, ഈ പ്രത്യയശാസ്ത്രത്തോടൊപ്പം ഞാൻ ചേർന്ന് നിൽക്കും എന്നൊക്കെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആഴ്ച 2 പ്രാവശ്യം വായിക്കും, മറ്റുള്ളവരത് വായിക്കണം, അവർ വായിക്കാത്തതിൻ്റെ കുഴപ്പമാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഒരു കൃത്യമായ എന്താണ് അദ്ദേഹം പറയുന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത കൈവരുന്നില്ല എന്നുള്ളത് ശരിക്കും തോന്നുന്നില്ല. അദ്ദേഹം എന്താ വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു, ഉപന്യാസം എഴുതുമായിരുന്നു, കഥ എഴുതുമായിരുന്നു, കവിതകൾ എഴുതുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ആകർഷണം തോന്നുകയും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരും നിർബന്ധിക്കാതെ തന്നെ അംഗമാവുകയും ചെയ്തയാളാണ് ജി സുധാകരൻ എന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഓർത്തെടുത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള മുരേന്ദ്രന്റെ മരണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പല ആളുകൾക്കും അറിയത്തില്ല. രക്തസാക്ഷി കുടുംബത്തിൽ പെട്ട ആളല്ലേ താൻ എന്ന് ചോദിച്ചുകൊണ്ട് പല ആളുകളും താങ്കൾക്ക് എങ്ങനെ മറ്റു പാർട്ടിയിൽ പോയി പ്രവർത്തിക്കാൻ സാധിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല ആളുകളും ഇദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ അതിക്രമം കാണിക്കുന്നുണ്ട്. പല പത്രമാധ്യമങ്ങളിലും ഇദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉയരുന്നു. അമ്പലപ്പുഴയിലും ആലപ്പുഴയിലുമുള്ള ഒരു 10-25ഓളം വരുന്ന ആളുകൾ നിരന്തരമായിട്ട്, സഖാക്കന്മാർ തന്നെ നിരന്തരമായിട്ട് ജി സുധാകരനെ സുധാ കുരൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ പറയുന്ന സമയത്ത് തന്നെ ഒരു സെക്യുലർ മുസ്ലിമാണ് എളമരം കരീം എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കരിമിക്ക എന്ന പോസ്റ്റർ എഴുതി എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. അത് കൂടാതെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് സജി ചെറിയാനെതിരെ ഞാൻ മറ്റേ കുന്തവും കുടച്ചക്രം എന്നൊന്നും അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പറയാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ സലാമിനെതിരെ താൻ തന്നെ വളർത്തിക്കൊണ്ട് വന്ന ഒരാളാണ് എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു. അപ്പോൾ ജി സുധാകരൻ ആക്ച്വലി ഇതിനകത്ത് എന്താണ് ഉദ്ദേശിച്ചത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയുമില്ല. പിന്നെ അവിടെ പോയിരുന്ന് അദ്ദേഹത്തെ ഇന്ന് കണ്ടിട്ടുള്ള മാധ്യമ പ്രവർത്തകരിൽ പലരും ഇദ്ദേഹം എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് അവർക്കൊക്കെ ഒരു ധാരണ ഉണ്ടായോ എന്നെനിക്ക് സംശയമുണ്ട്. പത്രക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും കൃത്യവും വ്യക്തവുമായ ഒരു ഉത്തരം നൽകിയിട്ടില്ല. ആകപ്പാടെ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, താങ്കൾ പാർട്ടിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് വരത്തില്ലേ, പാർട്ടിക്ക് ഇത് മോശമാകില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ആ മാധ്യമ പ്രവർത്തകനോട് കയർത്തുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ എന്ത് മോശമാണ് പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്, താങ്കളൊന്ന് പറയൂ. അപ്പോൾ ഈ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു, ഞാനിന്ന് ആ പാർട്ടി മെമ്പറല്ല, പാർട്ടിയിൽ തുടരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോഴത്തേക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി വെക്കുകയാണ്. 2 സാധ്യതകളാണ് ഇവിടെ നമുക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഒന്നെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജി സുധാകരൻ പാർട്ടിയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില തിരുത്തലുകൾ പാർട്ടിക്കകത്ത് ആവശ്യമുണ്ട്, താൻ പറയുന്ന ചില കാര്യങ്ങൾ
അത് നടപ്പിലാകണം. ഇപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞയാളാണ്. പിന്നെ ജില്ലാ കമ്മിറ്റിയിൽ ഇദ്ദേഹം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പാർട്ടിയിലുള്ള മറ്റ് നേതാക്കന്മാർ എല്ലാം തന്നെ ബഹുമാനിക്കണം, തന്നെ വന്ന് കാണണം എന്നൊക്കെ ഇദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇദ്ദേഹത്തിനുണ്ടായിട്ടുള്ളൊരു ഏകാന്തത, ആ ഏകാന്തതയെ നമ്മൾ കാണാതെ പോകരുത്. ഈ വാർദ്ധക്യത്തിലെ ഏത് കാർന്നവന്മാർക്കാണെങ്കിലും ഇപ്പം നമ്മളുടെയൊക്കെ വീട്ടിൽ തന്നെ ആണെങ്കിലും നമ്മുടെ പേരൻസിനൊക്കെ തന്നെ ആണെങ്കിലും നമ്മൾ ഒരാഴ്ച അവരെ കാണാൻ വേണ്ടി ചെന്നിട്ടില്ല എങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു മാനസിക പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തിന് പാർട്ടി പ്രവർത്തകർക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആരും അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുന്നില്ല, അദ്ദേഹത്തോട് കൂടിയാലോചനകൾ നടത്തുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ചില പരിഭവങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും മാറ്റാൻ വേണ്ടിയിട്ട്, അതുകൂടാതെ തന്നെ ഇനി വരുന്ന ഒരാഴ്ചത്തേക്കെങ്കിലും ഇദ്ദേഹത്തെ കുറിച്ച് ചർച്ചകൾ മാധ്യമങ്ങളിൽ നിറയും. അത്ര ദിവസം ഇദ്ദേഹം ഈ ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു, ഇദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതിൽ അത് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ആ ഒരു പ്രശസ്തി അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ആ പ്രശസ്തി എന്നുള്ള പദം തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ആ ഒരു പ്രശസ്തി അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വശം. ഒരു മറുവശം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു 2-3 വർഷം മുമ്പ് BJPയുടെ പർച്ചേസർമാർ, കേരളത്തിലുള്ള പല MLA-മാരെയും MP-മാരെയും ex-MP-മാരെ MLA-മാരെയും ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവര് G. സുധാകരനെ സന്ദർശിച്ച സമയത്ത് അവരോട് G. സുധാകരൻ അവരെ പുറത്താക്കുകയും, അതായത് വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം അവരോട് ഞാൻ ഒരാഴ്ച സംസാരിച്ചപ്പോഴത്തേക്ക് അവർ പറയുന്നത് വെച്ചാൽ കേരളത്തിൽ ഏത് കോൺഗ്രസ്സുകാരനെയും ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ഒരു പക്ഷേ പാർട്ടി വിട്ട് BJPയിൽ ചേർന്നേക്കാം, പക്ഷെ ഒരു കാരണവശാലും G. സുധാകരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയുടെ ഭാഗമാകില്ല എന്ന് പറഞ്ഞത് ഓർമ്മിച്ചെടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും UDFന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കാനാണ് സാധ്യത. ഇതിപ്പോൾ നടന്നിട്ടുള്ളത് ഒരു പേടിപ്പിക്കൽ മാത്രമാണ്. താനിവിടെ ജീവിച്ചിരിക്കുന്നു, തന്നെ കൂടി അംഗീകരിച്ച് ഈ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ എന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ തിരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ G. സുധാകരൻ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചേക്കാം. അത് കൂടാതെ തന്നെ അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ പാർട്ടിയുടെ മെമ്പർഷിപ്പ് പുതുക്കിയേക്കാം. ഇപ്പൊ പാർട്ടിയുടെ മെമ്പർഷിപ്പിലില്ലാത്ത ഒരാളെ പാർട്ടിക്ക് പുറത്താക്കാൻ പറ്റുമോ? ഈ വ്യക്തിപരമായിട്ടുള്ളൊരു പ്രശ്നം ഇതിനകത്ത് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം സിബി സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിപരമായി പുള്ളിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടണം, എപ്പോഴും ഒരു മാധ്യമ ശ്രദ്ധ തനിക്കുണ്ടാവണം എന്ന് വ്യക്തിപരമായി അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് അത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ G. സുധാകരൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹം സ്വയം ഒഴിവാകുകയാണ്. അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തുകയോ അങ്ങനെയൊന്നും ചെയ്താൽ പിന്നീട് അദ്ദേഹം തന്നെ അങ്ങനെ പാർട്ടിയുടെ ഒരു രീതി അനുസരിച്ച് തൊട്ട് താഴെയുള്ള ഘടകത്തിലേക്കാണ് അങ്ങനെ ഒരു ആൾ വരുന്നത്. അതായത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലേക്ക് വരണം. ഒരുപക്ഷെ ആ ജില്ലാ കമ്മിറ്റിയിലെ പല ആളുകളുമായിട്ട് അദ്ദേഹത്തിന് ചേർന്ന് പോകാനോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടത് ഞാൻ ഇടയ്ക്കുള്ള ഒരു ഘടകത്തിലും ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ പാർട്ടിയുടെ ഏറ്റവും താഴെ ഘടകമായിട്ടുള്ള ബ്രാഞ്ചിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. ബ്രാഞ്ചിലായാലും സംസ്ഥാന കമ്മിറ്റിയിലായാലും ഏത് കമ്മിറ്റിയിലായാലും പാർട്ടി അംഗങ്ങൾക്കൊരു തുല്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ബ്രാഞ്ചിലിരിക്കാൻ ആണ് ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ബ്രാഞ്ചിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിലും എനിക്ക് വലിയ ഒരു സംസ്ഥാനതല നേതാവിൻ്റെ തരത്തിലുള്ളൊരു പ്രാമുഖ്യവും ആ ഒരു പ്രാമാണ്യവും കിട്ടണം എന്ന് വ്യക്തിപരമായി ആഗ്രഹിച്ചിരുന്നോ എന്നുള്ള സംശയം ഈ പല കുറ്റപ്പെടുത്തലുകളിലും കാണാം. അതുകൂടാതെ തന്നെ ഞാൻ ഈ വാർത്താ സമ്മേളനം നിരീക്ഷിച്ചപ്പോൾ കണ്ടൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില മുനവച്ച സംസാരങ്ങൾ ചില ആളുകൾക്കെതിരെ അദ്ദേഹം അങ്ങനെ മുനവച്ച ചില സംസാരങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നൊരു കാര്യം ഒട്ടൊക്കെ ഇത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. സിബി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പേടിപ്പിക്കൽ സ്വഭാവം ഈ ഒരു നീക്കത്തിൻ്റെ പിന്നിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നോമിനേഷൻ കൊടുക്കുന്ന സമയം ഇലക്ഷൻ പ്രഖ്യാപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഒരു മുന്നണിയിലും ചേരില്ല, ഒരു പാർട്ടിയിലും ഞാൻ പോവില്ല എന്നുള്ളതും കൃത്യമായി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇത് വ്യക്തത വരുത്താതെ നിൽക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ UDF സംഭാവന ചെയ്യാൻ പോകുന്ന, LDFന് സംഭാവന ചെയ്യാൻ പോകുന്ന ഒരു ഇടത് MLA ആയിട്ട് G. സുധാകരൻ മാറാൻ സാധ്യതയില്ലായൊന്നുമില്ല. അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ H. സലാമിനെയൊക്കെ നിലവിലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അമ്പലപ്പുഴയിൽ പരാജയപ്പെടുത്താനായിട്ട് G. സുധാകരന് സാധിക്കുമെന്ന്. അത് കൂടാതെ തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ഇത് ആലപ്പുഴ ജില്ലയുടെ മറ്റു പല ഭാഗങ്ങളിലും ഇത് ചർച്ചകളിലേക്ക് വരും. ആലപ്പുഴയിൽ മാത്രമല്ല, മറ്റ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇതൊരു ചർച്ചയാകും. അപ്പോഴും പാർട്ടിക്ക് വിശദീകരിക്കേണ്ടി വരും എന്താണ് ജി സുധാകരനോട് പാർട്ടി കാണിച്ച അവഗണന, അല്ലെങ്കിൽ അദ്ദേഹത്തെ എത്രത്തോളം പരിഗണിച്ചിരുന്നു. അദ്ദേഹത്തെ പാർട്ടി പരിഗണിച്ചില്ല എന്ന് ഒരിക്കലും പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അനവധി വേറെ രക്തസാക്ഷികളുടെ കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിൽ നിന്നും എല്ലാ കുടുംബങ്ങളിൽ നിന്നും MLA മാരും മന്ത്രിമാരും ഒന്നും ഉണ്ടായിട്ടില്ല. ഇദ്ദേഹം ഏകദേശം 8 പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം 2 പ്രാവശ്യം MLA ആയിട്ടുണ്ട്, മന്ത്രി ആയിട്ടുണ്ട്, അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുണ്ട്, സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുണ്ട്, 15 പ്രാവശ്യം ഡെലിഗേറ്റ് ആയിട്ട് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി ഇത്രയും അംഗീകാരം പാർട്ടിയിൽ നിന്ന് കിട്ടിയതിന് ശേഷവും അദ്ദേഹം പാർട്ടിയെ തള്ളിപ്പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി തകരുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതല്ലെങ്കിൽ നിശ്ചിതമായൊരു വിമർശനങ്ങൾ ഉന്നയിക്കണം. MV രാഘവനും KR ഗൗരവമയും ഒക്കെ ഉന്നയിച്ചതുപോലെ ഒരു ശക്തമായ ഒരു എതിർവാദം ഉന്നയിച്ചിട്ട് വേണം ഇറങ്ങിപ്പോകാനായിട്ട്. ഇത് അവിടെ അക്കരയിലുമില്ല ഇക്കരയിലുമില്ല എന്നൊരു അവസ്ഥയിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിണറായി വിജയനെ എനിക്ക് ഏറ്റവും വലിയ അടുത്ത ആളാണ് എന്ന് പറയുകയും എന്നാൽ ഞാൻ സ്വതന്ത്രനായിട്ട് പാർട്ടി തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിട്ട് അമ്പലപ്പുഴയിൽ മത്സരിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അതിനെ വാർദ്ധക്യ സഹജമായ ഒരു രോഗമായിട്ട് മാത്രമേ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സിബി സൂചിപ്പിച്ചത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുള്ള, രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഏറെ കഷ്ടപ്പെടുകയും ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കിട്ടാത്ത രീതിയിലുള്ള അംഗീകാരം പാർട്ടി ജി സുധാകരന് കൊടുത്തിട്ടുണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്. മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, ജില്ലാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു, 15 പാർട്ടി കോൺഗ്രസ്സുകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ ഒരു സാധാരണ നിലയിൽ വളരെ കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ലോക്കൽ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ ബോർഡിലോ പോലും എത്താൻ കഴിയാത്ത നിരവധി ആളുകളുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ വലിയ അംഗീകാരങ്ങൾ പാർട്ടി അദ്ദേഹത്തിന്. അതിനിടെ വേറെ കാര്യം എന്താ വെച്ചാൽ ഇദ്ദേഹം പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല എന്ന് പറയുമ്പോഴും അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിനകത്ത് ഇപ്രാവശ്യം പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് പാർട്ടിക്ക് ഏറ്റിട്ടുള്ള തിരിച്ചടിയെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിനെയൊക്കെ ഒരു വിശകലനമായിട്ട് ഒരിക്കലും ഒരു വിശകലനമായിട്ട് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. അതിനൊക്കെ ഒരു ഇൻഡയറക്റ്റ് വിമർശനം തന്നെ ആയിട്ട് നമുക്ക് അതിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അത് പാർട്ടി കമ്മിറ്റികളിൽ ഉന്നയിക്കേണ്ട ഒരു വിമർശനമാണ് അദ്ദേഹം ഇപ്പോൾ പത്രക്കാരുടെ മുമ്പിൽ വന്നിട്ട് ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഏതൊക്കെയായാലും വരും ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയമായിരിക്കും ജി സുധാകരൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് പല രീതിയിൽ മുന്നണികളെ പല ആളുകൾക്കും സഹായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ വികസനം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാണ്ട് ഇന്നലെ മന്ത്രി മുഹമ്മദ് റിയാസിനെ നേരിട്ട ഒരു അപമാനം, ആ അപമാനത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ ഈ NH കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ത്യാഗം സഹിച്ചുവെന്നും എത്ര കോടി രൂപ മുടക്കി എന്നുള്ള കാര്യവും കേരളത്തിലെ മുഴുവൻ പൊതുജനങ്ങൾക്കും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇവിടെ വികസനം ചർച്ച ചെയ്യപ്പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചില ആളുകളെ, മുഖ്യമന്ത്രിയുടെ ഭാഷ കടമെടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചില അവതാരങ്ങളെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊണ്ടു നിർത്തേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ളൊരു സുനിൽ കനകരു തന്ത്രം കൂടിയായിരിക്കാം. ഞാൻ പാർട്ടിക്കെതിരൊന്നും പറഞ്ഞിട്ടില്ല. UDFന്റെ പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം പറയും എനിക്ക് UDF വോട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ ആർക്കും മനസ്സിലാവാത്ത ഒരു യൂണിവേഴ്സൽ ഗെയിമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രേ ഉള്ളൂ. കാരണം ഇത്രയും ഒരു LDFന് ഒരു മുൻതൂക്കം കേരളത്തിലെ നിലവിലത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുണ്ട്. അപ്പൊ അതൊന്ന് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ജി സുധാകരനെ പോലെയുള്ള ഒരു അവതാരത്തെ മുൻപോട്ടിട്ട് വാർത്താ മാധ്യമങ്ങളിൽ നിറച്ചു കഴിഞ്ഞാൽ മാത്രമേ LDFനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ LDF നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ UDF എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ജി സുധാകരൻ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതല്ലാതെ ജി സുധാകരനെ ഒരിക്കലും UDF സ്ഥാനാർത്ഥിയാക്കി നിർത്തത്തില്ല. കാരണം ജി സുധാകരൻ അതിനെ സമ്മതിക്കത്തുമില്ല. കാരണം ജി സുധാകരൻ അങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ജി സുധാകരന്റെ ഈ 60 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ക്രെഡിബിലിറ്റി മൊത്തമായിട്ടും തകർന്ന് താഴെ വീഴും. അപ്പൊ അതുകൊണ്ട് താൻ ഇന്നലെ വരെ എതിർത്തിരുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ അഴിമതിയുടെ ഭാഗമായിട്ട് പോകാനായിട്ട് ജി സുധാകരൻ തയ്യാറാവുമോ? ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. 2011 മുതൽ 2016 വരെ ഉണ്ടായിരുന്ന UDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അഴിമതിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് CPM അല്ല പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. VD സതീശൻ. അപ്പൊ അത്രയും വലിയൊരു അഴിമതി നിറഞ്ഞ ഒരു സർക്കാരിന്റെ മുന്നണിയുടെ ഭാഗമായിട്ട് ജി സുധാകരൻ പോയി മത്സരിച്ചു കഴിഞ്ഞാൽ അവസാനമായിട്ട് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ 60 വർഷത്തെ രാഷ്ട്രീയത്തിന്റെ മുഴുവൻ ക്രെഡിബിലിറ്റിയും പോവും. അതുകൊണ്ട് UDFകാരുടെ സ്വപ്നം വൃഥാവിലാവാനാണ് സാധ്യതയുള്ളത്. പക്ഷേ സുനിൽ കനകലുവിന്റെ ഒരു തന്ത്രം വിജയിക്കും. ഈ വികസനം ചർച്ചയാകുന്നതിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് വാർത്താ മാധ്യമങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതൊരു വസ്തുതയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.